ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ച് ഫാർമക്കോളജി ക്വസ്റ്റ്യൻസും അതായത് കേരള PSC ഫാർമസിസ്റ്റിന് വേണ്ടിയും അതുപോലെ ESIC എക്സാം ജൂലൈ 7 നടക്കുന്ന ESIC എക്സാമും എഴുതുന്നവർക്ക്, അതായത് എയിംസ് എക്സാം എഴുതുന്നവർക്കും DME പഠിക്കുന്നവർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഫാർമസിസ്റ്റിന് ആ ഒരു 20-ാം തീയതിയുള്ള എക്സാമിനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫാർമക്കോളജി ആണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിനകത്ത് കുറച്ച് സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് ഫാർമക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ GMCH ചാണ്ഡിഗഡിലെ എക്സാം പറയാനുള്ള സാധ്യതയുണ്ട്. GMCH ചാണ്ഡിഗഡ്. അപ്പോൾ അതുകൂടി ഇപ്പോൾ എയിംസിന് വേണ്ടി ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു എക്സാമും കൂടെ എഴുതാവുന്നതാണ് കേട്ടോ. ഇപ്പൊ GMCH ചാണ്ഡിഗഡിൽ താൽക്കാലിക വേക്കൻസികൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജിപ്മർ കഴിഞ്ഞ ഡിസംബറിൽ വിളിച്ച ഒരു വേക്കൻസിയാണ്. ജിപ്മർ കഴിഞ്ഞ ഡിസംബറിൽ വിളിച്ചാണ്. അപ്പൊ ഈ ഒരു വേക്കൻസിയും ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിംഹാൻസിന്റെ വേക്കൻസിയും ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. DSSBയുടെ എക്സാം ഉടനെ കാണുന്നതായിരിക്കും. ഇപ്പൊ ഇതിനുവേണ്ടിയൊക്കെ പഠിക്കുന്നവർ നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം എക്സാം പെട്ടെന്നായിരിക്കും വിളിക്കുന്നത്, അധികം സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ADHD? ADHD എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ. ഓപ്ഷൻ പരോക്സിറ്റിൻ, ഫ്ലൂഓക്സിറ്റിൻ, റോബോക്സിറ്റിൻ, അറ്റോമോക്സിറ്റിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ അറ്റോമോക്സിറ്റിൻ ആണ്. അതുപോലെ തന്നെ ADHDയുടെ ഒരു കോമൺ ഡ്രഗ് ആണ് മീഥൈൽ ഫിനിഡേറ്റ്. METHYLPHENIDE. ഇതൊരു കോമൺ ഡ്രഗ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ അറ്റോമോക്സിറ്റിൻ ആണ്. മീഥൈൽ ഫിനിഡേറ്റ് ഓൾസോ അനദർ കോമൺ ഡ്രഗ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഈ ADHD നമുക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് വരികയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് വരുവാണ്, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുവാണ്, ഇമ്പൾസീവ്നെസ് കൂടുവാണ്, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുവാണ്, കുറയുവാണ്. അപ്പൊ ഇത് മൂന്നുമാണ് കുട്ടികളിലും മുതിർന്ന ആൾക്കാരിൽ സാധാരണ ഹൈപ്പർ ആക്ടിവിറ്റി അധികം കാണാറില്ല, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും, ഇമ്പൾസീവ്നെസ് കൂടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഫഹദ് ഫാസിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ADHD ഉണ്ട് എന്ന്. അദ്ദേഹത്തിന് ഇമ്പൾസീവ്നെസ് കൂടുതലായിരിക്കും, പെട്ടെന്ന് ദേഷ്യം പെടുന്ന ഒരു പ്രകൃതമായിരിക്കും. അപ്പൊ കുട്ടികളിൽ ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കൂടാനും ഇമ്പൾസീവ്നെസ്സിന് കൂടാനും അതുപോലെ അറ്റൻഷൻ കുറയാനും കാരണമാകുന്നു. ഓക്കെ, അപ്പൊ ഇത് ഈ ഡ്രഗ് എന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺട്രോളിങ് ദ സം പാർട്ട് ഓഫ് ദി ബ്രെയിൻ. അതായത് അറ്റൻഷൻ ബിഹേവിയർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ലോബിലാണ്. അപ്പൊ ഈ ഫ്രോണ്ടൽ ലോബിലെ ഈ ഒരു അറ്റൻഷനും ബിഹേവിയറും അത് ഓവർ ആക്റ്റീവ് ആകാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു ഡ്രഗ് ചെയ്യുന്നത് കേട്ടോ. ഈ പരോക്സിറ്റിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് കേട്ടോ. സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. റോബോക്സിറ്റിൻ എന്ന് പറഞ്ഞാൽ NRI ആണ്. NRI എന്ന് പറഞ്ഞാൽ നോർ അഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. നോർ അഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, ദാറ്റ് ഈസ് റോബോക്സിറ്റിൻ. പെറോക്സിറ്റിൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഫ്ലൂഓക്സിറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? SSRI ആണ്, സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിന് ഈ ഒരു മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് ഫാർമക്കോളജിയിൽ മെയിൻ ആയിട്ട് റെയർ ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റാഫ് നഴ്സിനും ചോദിക്കാൻ സാധ്യതയുള്ള ഫാർമസിയിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫാർമക്കോഗ്നസി എന്നുള്ളതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മെഡിസിൻസ് ഓർ ഡ്രഗ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ നാച്ചുറൽ സോഴ്സസ് സച്ച് ആസ് പ്ലാന്റ്സ്, മൈക്രോബ്സ്, ആനിമൽസ്. അപ്പോ ഈ ഒരു ഡ്രഗ്സിനെ പറ്റിയുള്ള പഠനമാണ്, അതായത് സ്റ്റഡി ഓഫ് ഡ്രഗ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം, എവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രം എസ്പെഷ്യലി പ്ലാന്റ്സ്, മൈക്രോബ്സ്, അതുപോലെ അനിമൽസ്.
drugs produced from natural sources ആണല്ലേ, പ്ലാന്റ്സ്, മൈക്രോബ്സ്, ആനിമൽസ്. സ്റ്റഡി ഓഫ് ഡ്രഗ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ നാച്ചുറൽ സോഴ്സ് സച്ച് ആസ് പ്ലാന്റ്സ്, മൈക്രോബ്സ്, ആനിമൽസ്, ദാറ്റ് ഈസ് ഫാർമക്കോഗ്നോസി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെ നോക്കുന്നത് ലാക്സേറ്റീവ്സ്, അതായത് used in the treatment of constipation. ലാക്സേറ്റീവ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അലോവേറ. അപ്പൊ നമുക്കെല്ലാം അറിയാം അല്ലെ, അലോവേറ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്, പച്ച കളറുള്ള ഒരു ചെടിയാണ് അലോവേറ. ഈ അലോവേറ എന്നുള്ളത് ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ ധാരാളം കാണുന്ന ഫാമിലിയുടെ നെയിമാണ് ലിലിയേസി. അലോവേറയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഈ ലാക്സേറ്റീവ്സ്. അതുപോലെ മറ്റൊരു ചെടിയാണ് റുബോർബ്, RHUBURB. ഇത് ചൈനയിലും ടർക്കിയിലും ഒക്കെ കാണുന്നതാണ്. ഫാമിലി ബിലോങ് ടു ഫാമിലി പോളിഗോനേഷ്യ. റുബോർബ് ചെടിയാണ് കേട്ടോ, NACEAE. അപ്പൊ ഇതൊരു ചെടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മറ്റുള്ള സംഭവങ്ങൾ, കാസ്റ്റർ ഓയിൽ എന്നൊക്കെ നമുക്ക് ഈ ഒരു ലാക്സേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കാം. പ്ലാന്റിൽ നിന്നൊക്കെ ഈ മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മറ്റൊരു ചെടിയാണ് സെന്ന. സെന്ന പറഞ്ഞാൽ നമ്മുടെ കണിക്കൊന്ന പോലെ ഇരിക്കും, യെല്ലോ കളറിലുള്ള ചെടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചെടികളിൽ നിന്നൊക്കെ നമുക്ക് പല ഡ്രഗ്സ് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ലാക്സേറ്റീവ്സിന്റെ കാര്യമാണ്. സോ ഫാർമക്കോഗ്നോസി എന്താണെന്ന് മനസ്സിലായി. ഒന്നും കൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. What is sterilization and disinfectant? What is sterilization and disinfectant? Sterilization എന്ന് പറഞ്ഞാൽ completely killing of all forms of microorganism including bacterial spores. So completely കൊല്ലുവാണ്, completely killing of all microorganism including bacterial spores, that is sterilization. Disinfection means removing harmful vegetative microorganism, not spores. അപ്പൊ അതാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്പോർട്സിനെ കൊല്ലത്തില്ല, disinfection. Sterilization means completely killing all form of microorganism including bacterial spores. Disinfection means killing of or removing harmful vegetative microorganisms, not spores. But disinfectant examples ആണ് ലൈസോൾ, അതുപോലെ ഫിനോൾ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ബ്ലഡ് ഒക്കെ ക്ലീൻ ആക്കുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷനിലാണ്. ഡിസിൻഫെക്റ്റന്റ് എക്സാം മനസ്സിലാക്കണം. ഇനി ഒന്നാണ് ആന്റിസെപ്റ്റിക്. ഉപയോഗിക്കുന്നതാണ്, അതായത് ഡെറ്റോൾ, ബെറ്റാഡിൻ അല്ലെ. ഡിസിൻഫെക്റ്റന്റ് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കില്ല. ഡെറ്റോൾ, ബെറ്റാഡിൻ, അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെ, ഡിസിൻഫെക്റ്റൻസ് ദാറ്റ് ക്യാൻ ബി സേഫ്ലി യൂസ്ഡ് ഓൺ ലിവിംഗ് ടിഷ്യൂസ്. സോ ദാറ്റ് ഈസ് ആന്റിസെപ്റ്റിക്സ്. ഇനി ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡിൽ ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷൻ. കെമിക്കൽ മെത്തേഡ് ഗ്യാസ്, ലിക്വിഡ്. അപ്പോൾ ഓരോന്നിന്റെ ഓപ്ഷൻ നോക്കണം. ഫിസിക്കൽ മെത്തേഡിൽ ഹീറ്റ്, ഡ്രൈ ഓവൻ, പ്രഷറൈസ്ഡ് സ്റ്റീം, പാസ്ചറൈസേഷൻ. റേഡിയേഷനിലാണെങ്കിൽ എക്സ്റേ, വൈറൈസ്, അൾട്രാവയലറ്റ് റേസ്. ഫിൽട്രേഷനിലാണെങ്കിൽ ആപ്സറ്റോസ്, മെംബ്രെയിൻ, സിൻറ്റേഡ് ഗ്ലാസ്. കെമിക്കൽ മെത്തേഡ്സിലാണെങ്കിൽ ഗ്യാസിലാണെങ്കിൽ ഫോർമാൽഡിഹൈഡ്, എത്തിലൈൻ ഓക്സൈഡ്. ലിക്വിഡ് ആണെങ്കിൽ ആൽക്കഹോൾ, ഹലോജൻസ്, ഫിനോൾസ്, ആൽഡിഹൈഡ്സ്. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ നോക്കി മനസ്സിലാക്കി. ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അപ്പൊ ക്ലാസ്സുകൾക്ക് വേണ്ടി എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9040392528. നിങ്ങൾ ഡെയിലി ലൈവ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. ESIC-യുടെ ക്ലാസ്സുകൾ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ESIC 1 മാസമേ ഉള്ളൂ. അടുത്ത ജൂലൈ 7 എക്സാം ആണ്. ഇന്ന് ജൂൺ 7. അടുത്ത ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ക്ലാസ്സുകൾ ഉണ്ട്, ഓൾറെഡി ഉണ്ട്.
അടുത്തത് നമ്മുടെ DME ലോങ് ടൈം ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.